നമുക്ക് ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു പ്രത്യേക താല്പര്യമാണല്ലേ. അത് എത്ര ഏജ് ആണെങ്കിലും നമ്മൾ ആഘോഷിച്ചു പോകും. അങ്ങനെ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇന്ന്. ഫാമിലി ആയിട്ട് ഒത്തുകൂടാറുള്ള സ്ഥലം. എത്ര തിരക്കാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ പതിവാണ്. അത് മിക്കത് ഇവിടെ തന്നെയാണ് ഒത്തുകൂടാറ്. നമ്മുടെ മൈൻഡ് റിലാക്സ് ആകും. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വല്യമ്മ വെച്ച ഐറ്റംസ് ആണ് ഇതെല്ലാം. ആൾ നല്ല കുക്കിംഗ് കാരിയാണ്. കേക്ക് മൂത്ത ചേച്ചി വാങ്ങിച്ചതാണട്ടെ. ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവളാണ് കേക്ക് വാങ്ങിക്കാറ്. നിൽക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഞങ്ങൾ വരുമ്പോൾ ആളുടെ കുളി വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞത്. 30 വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ ആള്. പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ, പെണ്ണ് നോക്കി തുടങ്ങാഞ്ഞിട്ടാണ്. പക്ഷെ എന്നാലും അവന് പെണ്ണ് കിട്ടണില്ല എന്നുള്ളൊരു കുറ്റബോധമാണ്. ഇവനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ 3 പേരുടെ മൈൻഡിന് ഒത്തുപോകുന്ന ഒരാളാണ്. നമുക്ക് ഇവൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം. എല്ലാത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇത് കുഞ്ഞിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഷവായാണ്. അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും സംസാരിക്കാനായിട്ടിരുന്നു. ഇന്ന് എവിടേക്ക് പോകണമെന്നായിരുന്നു ഈ സംസാരത്തിന്റെ ചർച്ചാ വിഷയം. നൈറ്റ് ആയപ്പോൾ എല്ലാവരും കൂടി പുറത്തിറങ്ങി. അല്ലെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ പുറത്തിറങ്ങി എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പോകും. ഇന്ന് പോയത് ശോഭയിലോട്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ശോഭയിൽ വന്നു കഴിഞ്ഞാൽ നേരെ പോവുക ബാക്കിലേക്കാണ് കേട്ടോ. ബാക്കിൽ വ്യൂ കണ്ട് അവിടെ കുറേ നേരം സംസാരിച്ചിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ, ഫുഡ് ഓർഡർ ആക്കാൻ. പിന്നെ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിസ്സ ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അധികം ആർക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ഒരു പിസ്സ ഓർഡർ ആക്കിയിട്ട് എല്ലാവരും ഷെയർ ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പിയായി.